ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു Q&A വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലായാലും അല്ലാതെ എനിക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മെസ്സേജ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ വിചാരിച്ചാൽ ഒരു Q&A വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു Q&A വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ Q&A ഇട്ടാലോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇഷ്ടംപോലെ റെസ്പോൺസ് വന്ന് കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 10-20 പ്രാവശ്യം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുതന്നെ കുറേ ഉണ്ട്. എൻ്റെ പേര് ഫാത്തിമ. ഇൻസ്റ്റഗ്രാം ID കവേഴ്സ് ഓഫ് ഫാത്തിമ എന്നാണ്. എൻ്റെ വീട്ടിൽ ഉമ്മച്ചിയും ഞാനും മാത്രമാണ് ഉള്ളത്. എനിക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് വിട്ടു. ഇപ്പം ഞാനും ഉമ്മച്ചി മാത്രമാണ്. പിന്നെ ഞാൻ കോസ്മെറ്റോളജി കോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താനുള്ളത്. പിന്നെ എൻ്റെ വീട് തിരുവനന്തപുരം. ട്രിവാൻഡ്രമാണ് എൻ്റെ വീട്. ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട്, അത് മതി. നെടുമങ്ങാടാണ് എൻ്റെ വീട്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഞാൻ വിചാരിച്ച് വെച്ചേക്കണം ഞാൻ കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ളതാണെന്ന്. ഞാൻ വീഡിയോ ഇടുമ്പം എല്ലാവരും വന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ അല്ല, ഞാനും റസീനും കൂടെ ഉള്ള വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചത് അയ്യോ തിരുവനന്തപുരമായിരുന്നാ, നമ്മൾ വിചാരിച്ച് മലപ്പുറം അങ്ങോട്ട് എന്തോന്ന് തിരുവനന്തപുരത്തുള്ളവർക്കൊന്ന് ജീവിക്കാം. അപ്പം എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ഗൈസ്, നെടുമങ്ങാടാണ്. തിരുവനന്തപുരം നെടുമങ്ങാട്. അപ്പം എല്ലാവരെയും ഡൗട്ട് മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറേ മെസ്സേജ് വരും എൻ്റെ വീട് എവിടെ. അപ്പോൾ നെടുമങ്ങാടാണ് എൻ്റെ വീട്. അപ്പോൾ ഇതൊക്കെ തന്നെ. വീട്ടിലാരൊക്കെ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. വീട്ടിൽ ഞാനും മച്ചി. പിന്നെ പഠിക്കണത് കോസ്മെറ്റോളജി സ്റ്റുഡൻ്റാണ് ഞാൻ. ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാം ആവാറായി. ഉടനെ കഴിയുന്നത്. ഒരു ഭാവിയിൽ വളർന്നു വരുന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ് ഗൈസ് ഞാൻ. ഇപ്പോൾ അത്യാവശ്യം ഞാൻ വർക്കൊക്കെ ചെയ്യാറുണ്ട്. വർക്കിനൊക്കെ പോവും. അങ്ങനെയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ. ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കോഴ്സായിട്ട് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ കൂടുതലായിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റസീൻ ആരാണെന്നുള്ളതാണ്. റസീൻ എൻ്റെ സ്വന്തം അനിയനല്ല. പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് എൻ്റെ സ്വന്തം അനിയനാണെന്നാണ്. പക്ഷെ എൻ്റെ സ്വന്തം അനിയനല്ല. റസീൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചീൻ്റെ സഹോദരിയുടെ മോനാണ്. എൻ്റെ കാക്ക, നമ്മളിവിടെ ചേട്ടൻ, തിരുവനന്തപുരത്ത് ചേട്ടനെ കാക്ക എന്നാണ് പറയുന്നത്. കാക്കാരെ മോനാണ് റസീൻ എന്ന് പറയുന്നത്. അവന് വേറെ സിബ്ലിങ്സ് ഉണ്ട്. 2 സിബ്ലിങ്സും കൂടെ, 2 ചേട്ടന്മാരും കൂടെ ഉണ്ട്. റെയ്ഹാൻ, റിസ്വാൻ, റസീൻ. ലാസ്റ്റത്തതാണ് റസീൻ. അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. സംഭവം ഞാൻ ഒരു പ്രാവശ്യം പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് ഉമ്മച്ചി എന്നെ പാട്ട് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി. അവിടെ ഒരു ദിവസം ക്ലാസ്സിന് ഇരുന്നിട്ട് ആ സാറ് പറഞ്ഞ് ഇനി എന്ത് വില കൊടുത്തും മോളെ പാട്ട് പഠിപ്പിക്കണമെന്ന്. അതിൻ്റെ പിറ്റേന്ന് തൊട്ട് എൻ്റെ ഉമ്മച്ചി പാട്ട് പഠിക്കാനും വിട്ടിട്ടില്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുമില്ല. എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. ഈ പണ്ടൊക്കെ എന്തോന്നും ഈ TV-യിൽ കേൾക്കുന്നതും ഓരോ പിള്ളേരിങ്ങനെ പാടുമ്പോഴത്തേനും അത് കേട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ കുറേ കൂടെ മൊബൈൽ കിട്ടിയതിന് ശേഷം മൊബൈലിലൊക്കെ കേട്ട് പഠിക്കേണ്ടത്. അല്ലാതെ ഞാൻ പാട്ടൊന്നും പഠിക്കാൻ പോലുള്ള ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇഷ്ടമാണ്. ഞാൻ പാടുന്ന എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ എൻ്റെ പാട്ട് ഒരു 100 പ്രാവശ്യം കേൾക്കും. എപ്പോഴും എൻ്റെ പാട്ടിനെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പാട്ട് കേൾക്കുന്നത് കുറവാണ്. എൻ്റെ പാട്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരെ കേട്ടില്ലെങ്കിൽ എൻ്റെ പാട്ട് ഞാൻ കേൾക്കും. അതാണ്. അടുത്ത് വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പല്ലിലെ കമ്പി ഇട്ടിട്ട് എത്ര നാളാണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്ന് കമ്പി ഇളക്കും എന്നും കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ പല്ലിൽ കമ്പി ഇട്ടിട്ട് ഏകദേശം ഒരു 2.5 വർഷം ആവാൻ പോകുന്നു. 2.5 വർഷം. 1 വർഷം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പം അത് പോയി ഞാൻ കുറേ നാൾ പോകൂലായിരുന്നു. വേദനയായിരുന്നു, ഭയങ്കര വേദനയാണ് ഇത് മുടുക്കുമ്പോൾ. അപ്പോൾ എനിക്ക് വേദന കാരണം ഞാൻ കുറേ നാൾ പോകൂലായിരുന്നു.
അങ്ങനെ പോവാതെ ആയി. ഇപ്പം 2.5 വർഷമായി. ഉടനെ ഇളക്കും. പല്ല കമ്പി ആരും വിഷമിക്കണ്ടേ. പല്ല കമ്പി ഇളക്കുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ എങ്ങനെ ആവുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ എന്തോ പോലെയൊക്കെ തോന്നണം. ഇത്രയും നാൾ നമ്മളെ കൂടെ കമ്പി കിടന്നിട്ട് പെട്ടെന്ന് അത് ഇളക്കുമ്പം ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും 21-ാം തീയതി ഇളക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തരാവോ എന്തോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗിറ്റാർ എങ്ങനെയാണ് പഠിച്ചത്? അത് ഗിറ്റാറല്ല ഗൈസ്, അത് ഉക്കുലേലിയാണ്. ഗിറ്റാർ എൻ്റെ ഇല്ല. ഒരു ഗിറ്റാർ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഗിറ്റാർ എങ്ങനെ പഠിച്ചതല്ല, ഉക്കുലേലി എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ അതൊരു കഥയാണ്. അത് ഞാൻ എന്തോ ഒരു ആവേശം മൊത്തം ഞാൻ പൈസ കൂട്ടി വെച്ചിരുന്ന് വാങ്ങിച്ച് കൊറോണ സമയത്താണ് വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് എന്തോന്ന് ഈ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഭയങ്കര എളുപ്പമെന്ന് തോന്നുന്നത് വായിക്കാൻ. അങ്ങനെ കൈ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ എന്തോ ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മൂലയ്ക്ക് വെച്ച് അത്രയും ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ചാണ്. പക്ഷേ കുറച്ച് ആൾ 1 വർഷമൊക്കെ കഴിഞ്ഞ് അതാ വീണ്ടും അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു എന്തോ പോലെ. അങ്ങനെ ഞാൻ എടുത്ത് യൂട്യൂബിൽ ഓരോന്ന് തപ്പി കണ്ടുപിടിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ചെറുതായിട്ട് പഠിച്ച് തുടങ്ങി. ഇപ്പം അത്യാവശ്യം ഞാൻ സോങ്ങിൻ്റെ കോഡ്സൊക്കെ നോക്കി വായിക്കും. അല്ലാതെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അത് നല്ലപോലെ പഠിക്കണമെന്നുണ്ട്, പക്ഷെ മടി കാരണം ഇങ്ങനെയൊക്കെയാണ്. തൻ്റെ ലൈഫിൽ പാട്ട് പാടി, അടുത്ത ക്വസ്റ്റ്യൻ, തൻ്റെ ലൈഫിൽ പാട്ട് പാടി തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ? വളരെ നല്ല അനുഭവങ്ങളാണ് പാട്ട് പാടി തുടങ്ങിയപ്പോൾ ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്രാം ക്ലാസ് മുതൽ 1-ാം ക്ലാസ് മുതലേ പാട്ടൊക്കെ പാടും. എനിക്ക് അറിയാമെന്നുള്ള സമയം തൊട്ടേ ഞാൻ പാട്ട് പാടുമായിരുന്നു. ഉമ്മച്ചി എന്നെ പള്ളിയിൽ പാട്ട് പാടാൻ മത്സരത്തിന് കൊണ്ടുപോകും. പിന്നെ സ്കൂളിൽ എല്ലാവർക്കും ഞാൻ പാട്ട് പാടുന്ന കുട്ടി എന്നാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത്. ഫാത്തിമ എന്ന് പറയുമ്പം ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും. പാട്ട് പാടുന്ന ഫാത്തിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ അപ്പോഴൊന്നും കുഴപ്പമില്ല. അപ്പോഴൊക്കെ കൊച്ചല്ലേ, ചെറുതല്ലേ. പിന്നെ ആയപ്പം പിന്നെ വാപ്പച്ചി ഇങ്ങനെ ഓരോ ടോപ്പ് സിംഗർ, ഒരു ഐഡിയ സ്റ്റാർ സിംഗർ ഇങ്ങനെയൊക്കെ വരുമ്പം ചേരി ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല. എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നൊന്നും ഉള്ള ഒരിതില്ല. എനിക്ക് പണ്ട് മുതലേ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. ആരും എന്നെ അങ്ങനെ നീ പാട് എന്നുള്ള രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എൻ്റെ ഒരു കഠിനം, എനിക്ക് ആ പാട്ടിൻ്റെയോടുള്ള അതിയായ ആഗ്രഹവും മോഹവും കാരണമാണ് ആഗ്രഹം കാരണമാണ് ഞാൻ ഇപ്പോഴും പാടുന്നത്. അല്ലാതെ എനിക്ക് ആരും എന്നെ ആരും സപ്പോർട്ട് ചെയ്ത് നീ പാടി രക്ഷപ്പെടുന്നല്ല. പണ്ടോട്ടേ ഞാൻ പാടുമ്പോഴും ഈ ആൾക്കാർ ചോദിക്കും, നീ ഇത്രയും പാടിക്കൊണ്ട് നടക്കണമല്ല, എവിടെ എത്തിയില്ലല്ലേ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഉണ്ട് പാടി. ഞാൻ രണ്ടും പറയുന്ന ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലേ. അനുഭവങ്ങൾ ഇത് തന്നെ. ആരും സപ്പോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര പാടുന്നോണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പാടിയിടുമ്പം ഫസ്റ്റ് ഒന്നും ഞാൻ മുഖം കാണിക്കാതെയാണ് പാടിയിട്ടുകൊണ്ടിരുന്നത്. പിന്നെ ആയപ്പം ഞാൻ ആരും മൈൻഡ് ചെയ്യില്ല, ഞാൻ പാടിയിടാൻ തുടങ്ങി. എൻ്റെ ഇഷ്ടം, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പാടിയിരുന്നു. അപ്പം ഞാൻ ബാക്കി ആരും മൈൻഡ് ചെയ്യാൻ പോകാറില്ല. ഇൻ വിച്ച് ക്ലാസ് യു സ്റ്റാർട്ട് സിംഗിങ്? ഞാൻ 1-ാം ക്ലാസ് മുതൽ എനിക്കറിയാമെന്നുള്ള പ്രായം തൊട്ടേ ഞാൻ പാടും. പണ്ടോട്ടേ ഞാൻ പാടും. പക്ഷെ അത് വളർത്തിയെടുക്കാൻ ആരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരിത്. ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പാടുന്നതില്ലെങ്കിൽ ഞാൻ നിർത്തി പോയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പാടുന്നില്ല ഗൈസ്. അത് വേറെ കാര്യം. അടുത്ത, ഹൂ ഇസ് ദ മോസ്റ്റ് പേഴ്സൺ യു ലവ് ഇൻ ദ വേൾഡ്? എൻ്റെ അമ്മച്ചി. എൻ്റെ അമ്മച്ചി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഉമ്മച്ചിയാണ് എൻ്റെ സപ്പോർട്ട്, എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും പാടുന്നതും എല്ലാ കാര്യങ്ങൾക്കും ഉമ്മച്ചി എനിക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഉമ്മച്ചി ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത കമ്പി എന്നാ മാറ്റുന്നത്? 21-ാം തീയതി മാറ്റും. 21-ാം തീയതി മാറ്റുമെന്നാണ് പറഞ്ഞത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് കുറേ പേര് എനിക്ക് എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്ന് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കാറില്ല. എനിക്ക് ഇഷ്ടമില്ല സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കണം. എനിക്ക് ആകെ ലിപ്സ്റ്റിക്കും കരിയും വരയ്ക്കണം മാത്രമേ ഇഷ്ടമുള്ളൂ. അത് മുകളിൽ മാത്രമേ ഞാൻ കരി വരയ്ക്കുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടും. ഇത് ഇടുമ്പോൾ തന്നെ ഒരു 5 കിലോ പൊട്ടി അടിച്ച ഫീലാണ്. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഒന്നും ഞാനങ്ങനെ സ്കിൻ കെയർ ഒന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറുള്ള നാച്ചുറൽ ബ്യൂട്ടിയാണ്. എനിക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട
ഒരു സെക്കൻഡ് പോലും ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല, അതിന് മുന്നേ എല്ലാം ഞാൻ കഴുകിക്കളയും. അതുകൊണ്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ പോകുന്നില്ല. വെറുതെ എന്തിനാണ് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഓരോന്നിട്ടിട്ട് അത് കഴുകിക്കളയാൻ വേണ്ടി വെറുതെ ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസർ എല്ലാം ഇടണം ഗൈസ്. ഇട്ടില്ലെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ ഡാമേജ് ആയി പോകുമെന്നാണ് എല്ലാവരും പറയണത്. ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതെ. പിന്നെ ഞാൻ മുഖത്ത് ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല. ഞാൻ മുഖത്ത് സോപ്പിട്ടാണ് മുഖം കഴുകുന്നത്. ഏത് സോപ്പാന്ന് വെച്ചാൽ കൈ കിട്ടുന്ന സോപ്പൊക്കെ ഇട്ട് മുഖം കഴുകും. അടുത്ത് പിന്നെ ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോണ സമയത്ത് മുഖത്ത് മേക്കപ്പ് ഇട്ട് പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോഴത്തേനും ആ സമയത്തിന് മാത്രം വേണ്ടി ഞാൻ ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് പിന്നെ ഞാൻ വീഡിയോസിൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കുക, അല്ല ഞാൻ ഉപയോഗിക്കില്ല. അടുത്ത് ആരെ പാട്ടൊക്കെ പഠിപ്പിച്ചത്? പാട്ട് പഠിപ്പിച്ച പണ്ട് എനിക്ക് ഉമ്മച്ചി കൊച്ചിൽ ഉമ്പിടിയായിരുന്നു. അപ്പോൾ ഉമ്മച്ചി എനിക്ക് പാട്ട് പഠിപ്പിച്ച് തരുമായിരുന്നു. പള്ളിയിൽ മാപ്പിള പാട്ടൊക്കെ മത്സരം വരും, നബിദിനമൊക്കെ വരുമ്പോൾ ഉമ്മച്ചിയാണ് പാട്ട് പഠിപ്പിച്ച് തരണം. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് പഠിക്കും. അങ്ങനെ അല്ലാതെ വേറെ ആരും പാട്ടൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ല. അടുത്ത് എന്താണ് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു സിംഗർ ആവണമെന്നാണ്. എനിക്ക് പ്ലേബാക്ക് സിംഗറൊക്കെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലും സാധിക്കുമായിരിക്കും. എനിക്ക് ഇങ്ങനെ ഭയങ്കര പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നല്ല അറിയപ്പെടുന്ന ഒരു സിംഗർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എനിക്ക് പണ്ടോട്ടേ ഈ വേറൊരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ആ ഒരു മേഖലയിലും എൻ്റെ ഒരു കൈ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ എത്തുമായിരിക്കും വിശ്വാസം. പിന്നെ മോസ്റ്റ് പീപ്പിൾസും എൻ്റെ ടാസ്ക് ചെയ്തിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് മെസ്സേജ് അയക്കുന്നവർ എൻ്റെ പാട്ട് കൊള്ളാമെന്നല്ല പറയണത്, നിങ്ങൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. എല്ലാവരും ഒരു ഹായ് അയച്ചിട്ട് അടുത്ത് പാട്ട് കൊള്ളാൻ പറഞ്ഞിട്ട് അടുത്ത ഉടനെ ചാടുന്നത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ബാൻഡ് ലാബ് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യണം. ബാൻഡ് ലാബ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യണം. അല്ലാതെ ഞാൻ വേറെ ഒന്നിലും റെക്കോർഡ് ചെയ്യാറില്ല, അതിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. വേറെ ഒരു ആപ്പ് ഞാൻ ഉപയോഗിക്കില്ല. അപ്പം ആ ഒരു സംശയം മാർക്കിട്ടിന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത് യൂട്യൂബ് തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമല്ല. പണ്ട് തൊട്ടേ എനിക്ക് യൂട്യൂബ് മേക്കപ്പ് എനിക്ക് ചെയ്യാനല്ല, ഈ മേക്കപ്പിൻ്റെ കാര്യം പറയുന്നത് എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലിപ്സ്റ്റിക്ക് കരിയാതെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, പുട്ടി അടിച്ചുകൊണ്ട് ഞാൻ 1 കിലോ മേക്കപ്പും വാരി ഇട്ടുകൊണ്ട് നടക്കണം എന്നാണ് പറയണത്. എനിക്കിഷ്ടമാണ് ഈ യൂട്യൂബ് പാട്ട് കാണുന്നത് അതൊക്കെ, അതുകൊണ്ട് ഞാൻ തുടങ്ങി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. Whenever you feel alone, remember you have someone waiting for you. Thank you. ഇതുപോലത്തെ കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഉള്ള കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് ഞാൻ എഴുതി വെച്ചതേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവാറുണ്ട്. എന്നെ ഇത്രയും പേരിങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് അറിയുമ്പോൾ ഞാൻ പാട്ട് കേട്ടിട്ട് ഇഷ്ടംപോലെ പേര് എനിക്ക് മെസ്സേജ് അയക്കും. പാട്ട് ഇഷ്ടമാണ്, എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഇഷ്ടമാണ്, എൻ്റെ കുഞ്ഞനിയന് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഭയങ്കര എന്താ ബാക്കിയുള്ളവർ എത്ര നെഗറ്റീവ്സ് വന്നാലും ഈ ഒരു ചെറിയൊരു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കൂടുതലും എനിക്ക് മെസ്സേജ് അയക്കുന്നത് കൊച്ചു പിള്ളേരാണ്. കൊച്ചു പിള്ളേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. വന്ന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കത്തില്ല പഠിക്കണത് എന്നൊക്കെ. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പം എടി എന്നൊക്കെ വെച്ച് ഈ എങ്ങനെ എവിടെ പഠിക്കണത് എല്ലാവരും വിചാരിച്ച് വെച്ചേക്കണം. ഞാൻ അങ്ങോട്ട് മലബാർ ആ സൈഡ് എന്നാണ് വിചാരിച്ച് വെച്ചേക്കണം. അപ്പോൾ അന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ എത്രയല്ലോ പഠിക്കണേന്നൊക്കെ ചോദിച്ച് ഞാൻ ഡിഗ്രി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഞാൻ വിചാരിച്ച 8-9 എന്ത് ചെയ്യാൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ കോസ്മെറ്റോളജി സ്റ്റുഡൻ്റാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല,
അല്ലാത്ത ഈ ഫോണിൻ്റെ ഇതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എന്നിലുള്ള ഡൗട്ടെല്ലാം തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയെന്താ, ഇനിയും എൻ്റെ പാട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളിങ്ങനെ സജഷൻസ് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തുതരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.